വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ഏറ്റവും ആദരണീയരായ ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ്, സൗദി എംബസിയിലെ അറ്റാഷെ ഷെയ്ഖ് ബദർ നാസർ അൽ ആനസി, കേരള നദുവത്തുൽ മുജാഹിദീന്റെ ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് മദനി, കേരള നദുവത്തുൽ മുജാഹിദീന്റെ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ NV അബ്ദുറഹ്മാൻ സാഹിബ്, കേരള നദുവത്തുൽ മുജാഹിദീന്റെ സെക്രട്ടറിമാരായ അബ്ദുറഹ്മാൻ മദനി പാലത്ത്, MT അബ്ദുസ്സമദ് സുല്ലമി, ജാമിയ നദവിയ ഡയറക്ടർ ആദിൽ ലത്തീഫ്, ബഹുമാന്യ പണ്ഡിതൻ നൗഫൽ അൻസാരി, നൗഫൽ മദീനി, അതുപോലെ നമ്മുടെ ഈ ഇഫ്താറിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ മനോഹരമായ പുഴയോരത്ത് ഈ സായാഹ്നത്തിൽ നാം ഒത്തുകൂടിയിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. നോമ്പുകാരായി നാം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഇഫ്താർ പ്രോഗ്രാം സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ആലു സഊദ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇഫ്താർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എടവണ്ണ ജാമിയ നദവിയ സംഘടിപ്പിച്ചിട്ടുള്ള ഇഫ്താർ പ്രോഗ്രാമാണിത്. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഇഫ്താർ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു. ലോകപ്രസിദ്ധരായ പണ്ഡിതര്, നേതാക്കള്, വിവിധ മേഖലയിലെ വ്യവസായികള്, പൗരപ്രമുഖര്, സാധാരണക്കാര്, യുവാക്കള് എല്ലാവരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഇത്തരം പ്രോഗ്രാമുകളിൽ സംബന്ധിക്കുന്നു. അതിന്റെ ഭാഗമായി എടവണ്ണ ജാമിയ നദവിയാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ഇഫ്താർ ഒരുക്കിയിരിക്കുന്നത്. ഈ ഇഫ്താറിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും ഹാർദമായി സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഒരു പ്രസംഗവും അതുപോലെ മറ്റു കാര്യങ്ങളൊന്നും ദീർഘമായിട്ടില്ല. നോമ്പ് തുറക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്ക് സൗദി എംബസി അറ്റാഷെ ഷെയ്ഖ് ബദർ നാസർ അൽ ആനസി പരിശുദ്ധ റമളാനിന്റെ ഒരു മെസ്സേജ് നമുക്ക് നൽകും. അതിനുവേണ്ടി അദ്ദേഹം ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. ضيفنا الشرف الملحق بسفارة خادم الحرمين الشريفين نيو دلهي الشيخ بدر ناصر العنزي حفظه الله، والأمين العام ندوة المجاهدين شيخ محمد المدني، والمشايخ. أيها الحفل الكريم، إننا نجتمع على ضفة هذا النهر الجميل ضمن برنامج خادم الحرمين الشريفين لتفطير الصائمين. كما نعلم المملكة العربية السعودية تنظم وتقيم مثل هذه المأدبة أو مائدة الإفطار شرقا وغربا. وفي هذه الفرصة الطيبة أنتهز أن نقدم الشكر والتقدير لخدمات خادم الحرمين الشريفين الملك سلمان بن عبد العزيز حفظه الله. معنا اليوم الملحق بسفارة خادم الحرمين الشريفين شيخ بدر ناصر العنزي، وهو يلقي في هذه الفرصة الطيبة بعض النصائح وأتوجه
الدعوة المتواضعة إلي لإلقاء الكلمة فليتفضل مشكورا. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأصلي وأسلم على أشرف خلق الله محمد بن عبد الله عليه وعلى آله وأصحابه أفضل الصلاة وأتم التسليم. أما بعد، نرحب بكم أيها الإخوة في هذا الاجتماع المبارك وعلى هذه المائدة المباركة من لدن سيدي خادم الحرمين الشريفين الملك سلمان بن عبد العزيز آل سعود حفظه الله. تأتي ذلك ضمن حرصه حفظه الله على التماس حاجات إخوانه المسلمين في كل مكان. وفي هذا اليوم وفي هذا المكان وعلى ضفة هذا النهر الجميل أقامت مشكورة الجامعة الندوية مأدبة إفطار خادم الحرمين الشريفين الملك سلمان بن عبد العزيز آل سعود لإفطار الصائمين، لدعوة مباركة لإخوانهم المسلمين على أن يشاركوا هذا الإفطار. ولكم أيها الإخوة ولنا بحديث النبي عليه الصلاة والسلام حظ من ذلك، كما قال النبي عليه الصلاة والسلام: للصائم فرحتان، فرحة عند إفطاره وعند لقاء ربه. كان لكم ولله الحمد في هذا الحديث النصيب، وكان لسيدي خادم الحرمين الشريفين الملك سلمان بن عبد العزيز آل سعود نصيب من ذلك في قوله صلى الله عليه وسلم: من فطر صائما كان له مثل أجره غير أنه لا ينقص من أجر الصائم شيء. فأسأل الله عز وجل أن يتقبل منكم ومن سيدي خادم الحرمين الشريفين وسمو ولي عهده الأمين هذا العمل المبارك وهذا الإفطار وهذا الصيام، وأسأل الله عز وجل أن يتقبل منا ومنكم جميعا إنه سميع مجيب. والسلام عليكم ورحمة الله وبركاته. അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ആൽ സഊദിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഇഫ്താറുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അവൻ അതിന്റെ ആ നോമ്പ് നോറ്റവന്റെ പ്രതിഫലമുണ്ട് എന്ന പ്രവാചക വചനം ഉൾക്കൊണ്ടുകൊണ്ടാണ്, അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. എടവണ്ണ ജാമിയ നദ്വിയയുടെ കീഴിലാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ചടങ്ങിൽ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി കേരള നദൂത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് ബദനിയെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസിന ബിറളില്ലാഹ്. ബഹുവന്യരായ ലൈഫ്, മറ്റ് പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, നോമ്പ് തുറക്കാൻ ഭക്ഷണ വസ്തുക്കൾ റെഡിയായി ബാങ്കിൻ്റെ വലയടി കേൾക്കാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ. ഈ സമയത്ത് ഇത്തരം ഒരു സൽപ്രവർത്തനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണാനും അനുഭവിക്കാനും അതിൽ പങ്കെടുക്കാനും സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. അൻജിയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും അനുമോദിക്കുകയും അവർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ലോക മുസ്ലിമീങ്ങൾക്ക് രക്ഷയ്ക്ക് ഏറ്റവും പറ്റിയ സ്ഥാനം നൽകുന്ന സൗദി അറേബ്യക്ക് അല്ലാഹു തആല ആയുരാരോഗ്യങ്ങളും ശക്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാഹു നമ്മുടെ പരിശുദ്ധ അമലുകൾ ഈ പരിശുദ്ധ റമദാനിൽ മുഴുവൻ സ്വീകരിക്കുകയും
പാപങ്ങൾ പൊറുക്കപ്പെടുകയും ഇന്ത്യയിലെയും കേരളത്തിലെയും സ്ഥിതിഗതികളെ അവഗണിക്കാതെ കാര്യങ്ങളെ മനസ്സിലാക്കി നാം ഓരോരുത്തരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളുടെ നേതാക്കളുടെ ഇഫ്താറിൽ ഇന്നലെ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദം പല രാഷ്ട്രീയവും ചിന്തയുമുണ്ടെങ്കിലും മുസ്ലിമീങ്ങളുടെ ഐക്യത്തിനു വേണ്ടിയും അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഒന്നായി അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ജീവിക്കണമെന്നാണ് ഇന്നലെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇന്നും അതേ വേദിയിൽ മുസ്ലിം ലീഗിൻ്റെ കീഴിൽ ഇത് നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഐക്യവും സ്നേഹവും വളർത്താൻ ഉപകാരപ്പെടുമാറാകട്ടെ. അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. ശത്രുക്കളെ അള്ളാഹു തആല വേണ്ട വിധം കൈകാര്യം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എല്ലാവർക്കും ആശംസകൾ നേരുകയും ഈ സദസ്സിന് നന്ദി ശേഖനെ കൊടുക്കുകയും ചെയ്യണം. جزاكم الله خيرا وأسأل الله أن يتقبل منا ومنكم الصيام والقيام وصالح الأعمال. ولا أنسى بعد فضل الله عز وجل ثم فضل سيدي خادم الحرمين الشريفين الملك سلمان بن عبد العزيز آل سعود وسمو ولي عهده الأمين على هذه المأدبة المباركة توجيهات معالي وزير الشؤون الإسلامية والإرشاد الدكتور عبد اللطيف بن عبد العزيز آل الشيخ الذي كان حريصا على تنفيذ هذا البرنامج بأكمل صوره وحلته، ولله الحمد. هذا اليوم وفقنا في هذا المكان الجميل وهذا اليوم المبارك من أيام رمضان على هذا المكان وعلى هذا الترتيب وعلى هذه الدعوة وعلى هذا الحضور. فأشكركم جميعا وأسأل الله عز وجل أن يتقبل منا ومنكم. സൗദി രാജാവിൻ്റെയും കിരീടാവകാശിയുടെയും പ്രയത്നഫലമായിക്കൊണ്ട് അതോടൊപ്പം തന്നെ മതകാര്യ മന്ത്രാലയത്തിൻ്റെ മന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ആലു ഷെയ്ഖിൻ്റെ പരിശ്രമ ഫലമായിക്കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹവും ഈ ആളുകളുടെ അങ്ങേയറ്റത്തെ സേവന താല്പര്യവുമാണ് ഇങ്ങനെയുള്ള പരിപാടികളുടെ പ്രചോദനം എന്നുണർത്തുകയാണ്. ഇതിൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ജാമിയ നദവിയ ഡയറക്ടർ ആദിൽ ലത്തീഫിനെ ആദരം പൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലെ നമ്മുടെ അതിഥി ഷെയ്ഖ് ബദർ നാസിർ അൽ അനസി, കേരള നദ്വത്തുൽ മുജാഹിദീൻ ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് മദനി, സ്നേഹം നിറഞ്ഞ സംഘടനാ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജാമിയ നദ്വയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും പരിശുദ്ധ റമദാനിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഇവിടെ നമ്മുടെ അതിഥി സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസികൾക്ക് നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് എന്നും ആ സന്തോഷത്തിൽ ഒന്നാമത്തത് നോമ്പ് തുറക്കുമ്പോഴുള്ള ഇഫ്താറിന്റെ സമയത്തുള്ള സന്തോഷവും രണ്ടാമത്തത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷവുമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ ഒന്നാമത്തെ സന്തോഷം നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. പകല് മുഴുവനും പട്ടിണി കിടന്ന് വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ നമ്മൾ കുറച്ച് സമയം കഴിച്ചുകൂട്ടി അവസാനം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആനന്ദമുള്ളത് പോലെ തന്നെ അതിനേക്കാൾ ഉപരിയായി നാളെ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളായിരിക്കണം ഈ റമദാനിനെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും നമ്മോട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഇതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള സൗദി അറേബ്യ അറ്റാഷെ ഷെയ്ഖ് ബദർ നാസിർ അൽ അനസി, അദ്ദേഹത്തിന് നന്ദി കൃതജ്ഞത അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള കേരള നദ്വത്തുൽ മുജാഹിദീൻ ജനറൽ സെക്രട്ടറി, KNM ജനറൽ സെക്രട്ടറി
എം മുഹമ്മദ് മദനി, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സെക്രട്ടറിമാരായ ഡോക്ടർ AI അബ്ദുൽ മജീദ് സ്വലാഹി, MT അബ്ദുൽ സമദ് സുല്ലമി, പാലത്ത് അബ്ദുറഹ്മാൻ മദനി, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ NV അബ്ദുറഹ്മാൻ സാഹിബ്, അതോടൊപ്പം തന്നെ നൗഫൽ മദീനി, ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഇഫ്താറിന് ആവശ്യമായ സൗകര്യങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.